2 ദിവസത്തേക്ക് ഞാനും മോനും ചേച്ചിയുടെ വീട്ടിലോട്ട് ആലുവയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഓൺ ദ വേ ഞങ്ങൾക്ക് കൂത്താട്ടുകളും കഴിഞ്ഞിട്ട് ഹരിദ്വാർ എന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിന് മുമ്പ് അവിടെ കയറിയിട്ടാണ് ലഞ്ചൊക്കെ കഴിക്കാറ്. അവിടെ കയറിയിട്ട് ഞാൻ ലഞ്ച് പറഞ്ഞു, മോനാണെങ്കിൽ ചപ്പാത്തി പറഞ്ഞു. ചോറ്, സാമ്പാർ, പുളിശ്ശേരി, പപ്പടം, അവിയൽ, ബീട്രൂട്ട് തോരൻ, പിന്നെ ഓലൻ, നല്ല പുളിയിഞ്ചി, പിന്നെ നാരങ്ങാച്ചാർ, വടുകു നാരങ്ങാച്ചാർ, പിന്നെ ഇത് തൈര്, മുളക്, പിന്നെ ഗോതമ്പ് പായസം, തൈര്, ഇത്രയും ഉണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ ഉറക്കം വന്നു. അത് കഴിഞ്ഞ് നേരെ ചേച്ചിയുടെ മോളെയും ചേച്ചിയും എൻ്റെ മോനും കൊണ്ട് ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് കയറി. വണ്ടി ചേച്ചിയുടെ വീട്ടിലിട്ടു. മെട്രോയിൽ പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. എറണാകുളത്ത് നിന്ന് വിട്ടത് പിന്നെ മെട്രോയിൽ കയറിയിട്ടില്ല. സോ അപ്പോൾ ഞങ്ങൾ കാറ് ആലുവയിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പുളിഞ്ചോട് നിന്ന് മെട്രോയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഇടപ്പള്ളി നിയർ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ ബൃന്ദാവൻ്റെ പുതിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിലൂടെ പോകുമ്പോൾ പഴയ നൊസ്റ്റാൾജിയൊക്കെ വന്നു. കൃഷ്ണൻ്റെ അമ്പലം, ഇടപ്പള്ളി തൃക്കോവിൽ, അവിടെ തൊഴുതു. ജസ്റ്റ് പുറത്തുനിന്ന് തൊഴാനേ പറ്റിയുള്ളൂ. ബൃന്ദാവനിൽ കയറി. സ്റ്റാർട്ടർ പറഞ്ഞത് ഞങ്ങളുടെ പനീർ 65 ആണ്. അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പനീർ കുൽച്ച പറഞ്ഞു. ബട്ടർ നാൻ ഉണ്ടായിരുന്നു. പനീർ ബട്ടർ മസാല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഗോതമ്പ് പുട്ടും കടലക്കറിയും, ഒരു ചെറിയൊരു ഏത്തയ്ക്ക പഴം വേവിച്ചതും പപ്പടവും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രോസൺ ബോട്ടിലുണ്ട്. ഓൺ ദ വേ നടക്കാനായിട്ട്, ഓൺ ദ വേ ടു മെട്രോ സ്റ്റേഷൻ ഫ്രോസൺ ബോട്ടിലുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു, പറയാതെ വയ്യ. ഇവിടുത്തെ ഐസ്ക്രീംസാണ് ഓർഡർ ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഷേക്ക്സ് അത്രയും കഴിക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം ആയതുകൊണ്ട് ഷേക്ക് പറ്റത്തില്ലായിരുന്നു. സോ ഐസ്ക്രീംസ് പറഞ്ഞു. അടിപൊളി ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് കുറേ നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് മോന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 3 ഇയേഴ്സായി ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട്. പാലായിൽ വന്നത് പിന്നെ തിരിച്ച് എറണാകുളം കാറിൽ പോകും, തിരിച്ചു വരും എന്നല്ലാണ്ട് മെട്രോയിൽ കയറാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചേച്ചിയുടെ മോളും അവനും ഭയങ്കര കൂട്ടാണ്. ഞാനുമായിട്ടും അവൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സെയിം വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ മെട്രോയിൽ ഞങ്ങൾ റോഡിൽ കൂടെ കുറേയൊക്കെ നടന്നു. സെൽഫിയും വീഡിയോയും ഒക്കെ മസ്റ്റല്ലേ, അതെല്ലാം എടുത്ത്. അപ്പം മോൻ എൻ്റെ തോളത്ത് കൈയൊക്കെ ഇട്ട് നടക്കാം. അവൻ പറയാം, അമ്മയുടെ അത്രയും ഹൈറ്റായി എനിക്ക് ഒന്നിട്ട് എൻ്റെ തോളത്തും കൈയിട്ട് നടക്കാൻ തുടങ്ങി. ചേച്ചി ഏറ്റവും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ചേച്ചിക്ക് കാലുവേദനയാണ്, ഇനി ഞങ്ങൾക്ക് ഓട്ടോയ്ക്ക് പോകാൻ, നടക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഓട്ടോയിലും തിരിച്ച് കയറി. ഓട്ടോയിലോട്ട് പോവാണ് തിരിച്ച്. ഓട്ടോയിൽ കയറിയതും കുറേ നാളുകൾക്ക് ശേഷമാണ്. എപ്പോഴും കാറിൽ പോയി ശീലമുള്ളതുകൊണ്ട് ഓട്ടോയിൽ കയറുമ്പോൾ ഭയങ്കര ത്രില്ലടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും ചേച്ചിയുടെ മോളും ഇറങ്ങി കുറച്ച് അമ്പലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചു. ദേശം, ഞങ്ങളുടെ കാര്യസിദ്ധി ആഞ്ജനേയ, പിന്നെ ഞങ്ങളുടെ പാത്താള ആഞ്ജനേയ, പഞ്ചമുഖി ആഞ്ജനേയ, അവിടെ എല്ലാം തൊഴുതു. അടിപൊളി വൈബാണ് കേട്ടോ. അവിടെ പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങളവിടെ പൂജയൊക്കെ ചെയ്തു. അപ്പോൾ പ്രസാദം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തു കുറച്ച് നേരം. അടിപൊളി മോർണിംഗ് വൈബ് എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല വൈബായിരുന്നു. ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി വൈബായിരുന്നു. അവളും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വണ്ടി വിട്ടത് ഇത് പ്രസാദമാണ്. അവിടെ വെറ്റിലയിലാണ് പ്രസാദം ഭഗവാന്റെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ ആലുവ മണൽപുരം ശിവനെ തൊഴാനായിരുന്നു. അവിടെയും ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ആലുവ മണൽപുരം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട്. അടിപൊളി വൈബാണ് അവിടെ. ഞങ്ങൾ എല്ലാ ശിവരാത്രിക്കും രാത്രി അവിടെ പോകാറുണ്ട്. 11 മണിക്കുള്ള ആരതിക്ക് രാത്രി തൊഴാൻ അവിടെ എത്താറുണ്ട്. ഭയങ്കര വൈബായിരുന്നു. അധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. തിരിച്ച് വീണ്ടും പാലായിലോട്ട് വരുക എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ രാവിലെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അവിടെയും ഞങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദമൊക്കെ കിട്ടി. അവിടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പിന്നെ നേരെ തിരിച്ച് ഞാനും മോനെ എഴുന്നേൽപ്പിച്ചിട്ട് നേരെ തിരിച്ച് പാലായിലോട്ട് എത്തി. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആലുവയിലെ 2 ദിവസത്തെ ട്രിപ്പ്.